ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ സാരി വെച്ചിട്ട് നല്ലൊരു റെഡിമെയ്ഡ് ടൈപ്പ് ഡ്രസ്സ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നമുക്ക് ലെഗിൻ്റെ കൂടിയും അല്ലാതെ ലെഗിൻ ഇല്ലാതെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രെൻഡി ആയിട്ടുള്ളൊരു ടോപ്പാണ്. അപ്പോൾ ഞാനിത് ഇവിടെ സ്കേർട്ട് പോർഷനും അതുപോലെ യോക്ക് പോർഷനും സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ലൈനിങ്ങും ഞാൻ അതേപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു. ഞാൻ എൻ്റെ യോക്ക് പീസ് കട്ട് ചെയ്തെടുത്തത് യോക്ക് പീസിൻ്റെ ലെങ്ത്ത് വെച്ചിട്ടാണ്. അതായത് ഞാൻ ടോട്ടൽ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 14.5 ടോട്ടൽ എന്ന് പറഞ്ഞാൽ 1/2 ഇഞ്ച് മേലെ ഷോൾഡർ ജോയിൻ ചെയ്യാനും 1 ഇഞ്ച് താഴെ നമ്മുടെ സ്കേർട്ട് പോർഷൻ ജോയിൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് മൊത്തത്തിലാണ് ഞാൻ 14.5 ഇഞ്ച് എടുത്തത്. അതിനുശേഷം ഞാൻ എൻ്റെ അളവ് ഷോൾഡർ എടുത്തു. 6 ഇഞ്ചാണ് എൻ്റെ ഷോൾഡർ എടുക്കാറ്. അവിടെ നിന്ന് 1/2 ഇഞ്ച് ഞാൻ ഇതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു. ബാക്കിയുള്ള അളവൊക്കെ ഞാൻ അതിന് താഴെയായിട്ടാണ് മാർക്ക് ചെയ്യാറ് കേട്ടോ. 1/2 ഇഞ്ച് വിട്ട് താഴെയാണ് മാർക്ക് ചെയ്യാറ്. 6 ഇഞ്ച് ആം ഹോൾ ലെങ്ത് എടുത്തു. അതിനുശേഷം എൻ്റെ ചെസ്റ്റ് അളവ് 8.4, 8.4ൻ്റെ കൂടെ 2 ഇഞ്ചോ 1.5 ഇഞ്ചോ നിങ്ങൾക്ക് സ്ലീം അലവൻസ് എടുക്കാം. ഞാൻ ഇതുപോലെ 8.4 എൻ്റെ മാർക്ക് ചെയ്തു. സ്ലീം അലവൻസും ഇങ്ങനെ ഇതുപോലെ കൊടുത്തു. അതിനുശേഷം വേസ്റ്റ് റൗണ്ട് എന്ന് പറയണത് 7.4 7.4 വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. 7.4ൻ്റെ കൂടെ സ്ലീം അലവൻസും കൂടി കൊടുത്തു. ഇനി നമുക്ക് ആ ചെസ്റ്റ് ലൈൻ ഉണ്ടല്ലോ, അതൊന്ന് ലൈന് പോലെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ സ്കെയിലൊക്കെ ഉണ്ടെങ്കിൽ സ്കെയിൽ ഉപയോഗിച്ച് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ചെസ്റ്റ് ലൈൻ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ആം ഹോൾ ലെങ്ത്തും ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഒരു ബോക്സ് പോലെ ഒന്ന് വരച്ചു കൊടുത്തു. അതിനുശേഷം 1.5 ഇഞ്ച് മുകളിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഞാൻ ഈ പറയണത് അത്യാവശ്യം ഞാൻ മെലിഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പം അത്യാവശ്യം മെലിഞ്ഞിട്ടുള്ളൊരു ആൾക്കാർക്ക് പറ്റിയ അളവാണ് ഈ പറയണത് കേട്ടോ. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളതായിട്ടുള്ള അളവ് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അതേപോലെ ഞാൻ ബാക്കും ഫ്രണ്ടും ആം ഹോളും ഒരേപോലെയാണ് കട്ട് ചെയ്തെടുക്കാറ്. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യാറില്ല, ഒരേപോലെയാണ് കട്ട് ചെയ്യാറ്. അതേപോലെ തന്നെ ഞാൻ ഇതേപോലെ സ്ലീം അലവൻസ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുമല്ലോ. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ സ്ലീം അലവൻസ് കൊടുത്ത ആ ഒരു ഗ്യാപ്പിനുള്ളിൽ ഇതേപോലൊരു കേവ് ഷേപ്പ്, നല്ല ഷേപ്പിൽ കേവായിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കും. ആ ഒരു വരക്കുന്ന ആ ഒരു അളവിലൂടെയായിരിക്കും ഞാൻ സ്റ്റിച്ച് ചെയ്യാറ്. അപ്പം എനിക്ക് ആ ഒരു ബോഡി ഷേപ്പ് നല്ല നീറ്റിൽ കിട്ടാറുണ്ട് കേട്ടോ. അപ്പം അതിനുശേഷം ഈ യോക്ക് പീസിൻ്റെ താഴത്തെ ഭാഗം 2 ഇഞ്ച് മാർക്ക് ചെയ്തൊന്ന് മുകളിലേക്കൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ യോക്ക് പീസ് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും മുകളിലേക്കൊന്ന് കയറ്റിയിട്ട് വേണം കട്ട് ചെയ്യാൻ. ഒരു 2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി ഒരു കേവ് ഷേപ്പ് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ ആ ഒരു പോർഷൻ ഇതുപോലെ തൂങ്ങിക്കിടക്കും കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണണം. കണ്ടാൽ മാത്രമേ ഈ ഡിസൈൻ എങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുള്ളൂ. അതായത് പ്രത്യേകിച്ചിട്ട് തുടക്കക്കാരാണെങ്കിൽ എന്നാൽ മാത്രമേ ഈ പെട്ടെന്ന് നമ്മളെ ഒരു വീഡിയോ കാണുമ്പോൾ അതിലെന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ചെയ്ത് തീർക്കുമ്പോൾ കൺഫ്യൂഷൻ വരാതെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാം. ഞാൻ ഈ ലൈനിങ് ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഏറ്റവും കൂട്ടത്തിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ലൈനിങ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ലൈനിങ് ഞാൻ ജോയിൻ ചെയ്ത് ആ ഒരു സെപ്പറേറ്റ് ആക്കി ഒന്ന് മാറ്റിയെടുത്തു കേട്ടോ. ഇനി ബാക്കി ഞാൻ മെയിൻ ക്ലോത്തിലൊക്കെ കട്ട് ചെയ്യണത് ഈ ഒരു ലൈനിങ് പീസ് വെച്ചിട്ട് തന്നെയാണ്. അതേപോലെ സാരിയാണ് എടുത്തതെന്ന് പറഞ്ഞല്ലോ, ഞാൻ പുതിയൊരു സാരി ആയിരുന്നു. അപ്പോൾ സാരിയിൽ ബ്ലൗസ് പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ യോക്കിന് വേണ്ടിയിട്ട് ആ ഒരു ബ്ലൗസ് പീസാണ് യോക്ക് പോർഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ യൂസ് ചെയ്ത സാരി ആണെങ്കിൽ ഈ സാരീൻ്റെ മുന്താണി സൈഡ് നല്ല പ്രിന്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ടാവും. മിക്ക സാരീസിലും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതേപോലത്തെ ഭാഗങ്ങളുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ വെച്ചിട്ട് യോക്ക് പീസ് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ. ഡിസൈൻ ചെയ്യാൻ പറ്റിയ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ആ ഒരു മുന്താണി സൈഡിലുണ്ടാവും. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾ എങ്ങനത്തെ സാരിയാണോ എടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിലൊന്ന് എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ലൈനിങ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഞാൻ ഈ ലൈനിങ് വെച്ച് തന്നെ നമ്മുടെ സാരിയുടെ ബ്ലൗസ് പീസിൽ നിന്ന് യോക്ക് പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തു. നമ്മൾ ഫ്രണ്ടിൽ വേണ്ടിയിട്ട് 2 പ്രാവശ്യം യോക്ക് പീസ് കട്ട് ചെയ്യുന്നുണ്ട്. അതെന്തിനാന്ന് ഞാൻ വഴിയെ പറയാം. ഇതേപോലെ ആദ്യം ഒന്ന് സാരിയുടെ മുന്താണി ഈ കരഭാഗമൊക്കെ ഒന്ന് ലെവലാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നൂലിങ്ങനെ പിന്നിപ്പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് നല്ല നീറ്റിൽ തുണി മടക്കി വെക്കാം. അതിനുശേഷം ലൈനിങ് പീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് യോക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഫ്രണ്ടും ബാക്കും ഒക്കെ ഈ ഒരു ബ്ലൗസ് പീസ് തന്നെയാട്ടോ യോക്ക് പീസ് ചെയ്തത്. ഇതുപോലെ ലൈനിങ് പീസ് വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നെക്ക് മാർക്ക് ചെയ്യണമല്ലോ. നമ്മൾ ആദ്യം ഇതിൽ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നെക്കൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ നെക്ക് ഞാൻ എടുത്തത് 2.25 ഇഞ്ച് വീതിയിലാണ് കേട്ടോ. 2.25 ഇഞ്ച് വീതിയിലാണ് ഞാൻ നെക്ക് എടുക്കാറ്.
നെക്കിൻ്റെ താഴെ ഭാഗം നെക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. അത് ഇതുപോലെ ഞാനൊരു ബോക്സ് പോലെ വരച്ച് ഒരു യു ഷേപ്പിലൊന്ന് വരച്ചെടുത്തു കേട്ടോ. നമ്മളെ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ യു ഷേപ്പ് ആയിരിക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൂടുതൽ ഈസി ആയിട്ട് തോന്നുക. എൽ ഷേപ്പൊക്കെയാണ് അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പൊക്കെ വരച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് അതൊന്ന് കഴുത്ത് വല്ലാതെ മലന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തുടക്കക്കാരൊക്കെയാണ്, പ്രത്യേകിച്ച് പ്രാക്ടീസ് കാര്യങ്ങളില്ലാത്തവരാണെങ്കിൽ കൂടുതൽ എളുപ്പമാകുക ഇതുപോലെ യു ഷേപ്പ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പൊതുവേ യു ഷേപ്പ് നെക്കാട് എനിക്ക് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ യു നെക്ക് എടുത്തത്. അപ്പോൾ ഫസ്റ്റ് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി രണ്ടാമത്തെ പോർഷൻ കട്ട് ചെയ്തത് ഇതുപോലത്തെ സാരിയിൽ നിന്നാണ്. നമ്മുടെ മെയിൻ ഫാബ്രിക് സാരിയിൽ നിന്നാണ് ഈ ഒരു രണ്ടാമത്തെ ഭാഗം, അതായത് ബാക്ക് പീസ് അല്ല കേട്ടോ, ഫ്രണ്ടിൽ തന്നെ വേണ്ടുന്ന ഡിസൈൻ ചെയ്യാൻ വേണ്ടുന്ന പീസായി ഈ കട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലൈനിങ്ങിൻ്റെ അതേ അളവിൽ തന്നെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. ഈ ഡിസൈൻ ചെയ്യുന്ന ഈ ഒരു പോർഷനിൽ നെക്ക് ഭാഗം മാത്രമേ നമ്മൾ മാറ്റം വരുത്തുന്നുള്ളൂ. ബാക്കി ആം ഹോള് കാര്യങ്ങൾ ഷേപ്പ് കാര്യങ്ങളൊക്കെ ലൈനിങ്ങിൻ്റെ അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ നെക്ക് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുത്തു. നെക്ക് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച ആ ഒരു പീസ് കൂടി ഇതിൻ്റെ മേലെ വെച്ചിട്ട് നെക്കിൻ്റെ അളവ് നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. അതായത് നെക്കിൻ്റെ വീതി രണ്ട് സെയിമിനും ഒരേ അളവിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. 2.25 നമ്മൾ നെക്ക് വീതി മാർക്ക് ചെയ്തത് അതേ അളവിൽ തന്നെ ഈ ഡിസൈൻ ചെയ്യേണ്ട പീസിലും 2.25 ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ലെങ്ത്താണ് കൂടുതൽ നമ്മൾ എടുക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് 10 ഇഞ്ചോളം ഞാൻ എടുത്തിട്ടുണ്ട്. ലെങ്ത്ത് ഇതുപോലെ ഒന്ന് എടുത്തു. ഒരു സ്ക്വയർ ഷേപ്പ് ആദ്യം ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇതേ ഒരു ഡിസൈനും അതായത് മേലെ നിന്ന് ഒരേ സെയിം ലൈനിലൂടെ വന്ന് സെൻറ്റർ ആകുമ്പോൾ പുറത്തോട്ടൊന്ന് തള്ളി ഇതേപോലെ ഒരു ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് വരക്കാട്ടോ. ഈ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഇതിൽ സ്ക്വയർ ഷേപ്പ് വേണമെങ്കിൽ സ്ക്വയർ ഷേപ്പ് വരക്കാം, യു ഷേപ്പ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പ് കൂടി വരച്ചു കൊടുക്കാം. ഇതേപോലെ നെക്ക് ലെങ്ത്ത് മാത്രം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ആ ഡിസൈൻ ചെയ്യേണ്ട പോർഷനിൽ നമ്മളെ അരികു വശം, അതായത് നെക്ക് നമുക്ക് മറിച്ചടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ ലൈനിങ്ങിൽ നിന്ന് തന്നെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ക്രോസ് പീസ് ആയിരിക്കും കൂടുതൽ എളുപ്പമാവുക നെക്ക് അടിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഞാൻ കുറച്ച് ക്രോസ് പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് ബാക്ക് പീസും ഞാൻ നമ്മുടെ ബ്ലൗസ് പീസിൽ തന്നെയാണ് ബാക്ക് പീസും യോക്കിന് വേണ്ടി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് സ്ലീവ് ഇപ്പോൾ സ്ലീവ് ഞാൻ ആദ്യം നമുക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത് ആ ലെങ്ത്തിനേക്കാളും ഒരു 3-4 ഇഞ്ച് എക്സ്ട്രാ കൂടുതൽ എടുക്കുക. അതായത് പഫിന് എത്രത്തോളം പൊങ്ങി നിൽക്കണോ ആ ഒരു അളവിൽ നിങ്ങൾ തുണി എക്സ്ട്രാ കൂടുതൽ ലെങ്ത് എടുക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ ആദ്യം ചെയ്യണത് നമ്മൾ നോർമലായിട്ട് സ്ലീവ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യല്ലോ, അതേപോലെ നോർമലായിട്ടുള്ള സ്ലീവിൻ്റെ അളവ് ഞാൻ എടുത്തു. അതായത് ആദ്യം ലെങ്ത് എടുത്തു, 10 ഇഞ്ചോളം ലെങ്ത് എടുത്തു. അതിനുശേഷം 8 ഇഞ്ച് വീതിയാണ് എടുത്തിട്ടുള്ളത്. 2 ഇഞ്ച് സ്ലീം അലവൻസും കൂടി ചേർത്ത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് കേവ് ഷേപ്പിലൊന്ന് വരച്ചു കൊടുത്തു. താഴേക്ക് 3 ഇഞ്ചാണ് കോമൺ ആയിട്ട് എടുക്കുക. 3 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒന്ന് കേവ് ഷേപ്പ് വരച്ചെടുത്തു. കൈയുടെ ഭാഗം 4.5 ഇഞ്ചാണ് എൻ്റെ കൈവണ്ണം എന്ന് പറയുന്നത്. 4.5 ഇഞ്ചിൽ നിന്ന് പ്ലസ് 2 ഇഞ്ച് സ്ലീം അലവൻസും കൂടി ചേർത്തു. ഇനി പഫിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ തുണി വിട്ടുന്നല്ലോ, അവിടുന്ന് 4 ഇഞ്ച് വീതിയിലേക്ക് ഇതേപോലെ ഈ ഒരു ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അതായത് നമ്മൾ കൈ മാർക്ക് ചെയ്യുമ്പോൾ 8 ഇഞ്ച് വീതിയില്ലേ, ആ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, 2.5 ഇഞ്ചിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ഒരു പോയിന്റിലേക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന പീസ് കട്ട് ചെയ്തെടുത്തത്. അതിൻ്റെ മേലെ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച ആ മറ്റേ പീസ് കൂടി വെച്ച ഈ ഒരു ഡിസൈൻ ആട്ടോ ചെയ്യാൻ പോണത്. അതിനുശേഷം ഞാൻ ഈ സാരിക്ക് ഇതുപോലെ ഒരു കരഭാഗം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കരഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. പ്ലെയിൻ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ മാത്രം പോലെയാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ലൈനിങ് പീസ് വെച്ചിട്ട് ഞാൻ ആദ്യം സ്കേർട്ട് പോർഷൻ ഒന്ന് ഇതുപോലെ എലൈൻ മോഡലിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത്, എനിക്ക് എൻ്റെ ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് 45ആണ്. അപ്പോൾ 14 ഇഞ്ച് നമ്മൾ യോക്ക് പീസിലെടുത്തു. അതിനുശേഷം ഞാൻ 25 ഇഞ്ച് ലെങ്ത്തിലാണ് ഈ ഒരു സ്കേർട്ട് പോർഷൻ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണത് കേട്ടോ. അത് 2 ഭാഗത്തേക്കും കൂടി ഉള്ളതാണ് തുണി മടക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ 25 നീളത്തിൽ ഇതേപോലെ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ബാക്കിയുള്ള ലെങ്ത്ത് 6 ഇഞ്ചോളം വരും. 6 ഇഞ്ചോളം നല്ല വീതിയിൽ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് അവിടെ താഴെ ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 6 ഇഞ്ച് ലെങ്ത്തിൽ നല്ല വീതിയിൽ ബാക്കിയുള്ള തുണി പീസ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അത് ഫ്രില്ലിട്ട് വരുമ്പോൾ നമുക്ക് കുറേ അധികം ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതിയല്ലോ.
അപ്പോൾ സാരി ആകുമ്പോൾ അത്യാവശ്യം നല്ല അത്യാവശ്യത്തിനുള്ള 5 മീറ്ററോളം തുണി ഉണ്ടാകും. അപ്പോൾ ഇഷ്ടംപോലെ തുണി ബാക്കി ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇതേപോലെ ഞാൻ ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് തുണി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. അങ്ങനെ നമ്മുടെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഫ്രില്ലിടുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്യണതും മാർക്ക് ചെയ്യണതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇത് നമ്മളെ അതുകൂടി കാണിച്ചു കഴിയുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അപ്പോൾ ഈ ഒരു ഡിസൈനിങ്ങിൻ്റെ ഭാഗം മാത്രമേ ഞാൻ ഇതിൽ കൂടുതലായിട്ട് കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ആ ഡിസൈൻ ചെയ്യുന്ന ആ ഒരു പീസിൽ നെക്ക് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ക്രോസ് പീസിൽ നെക്ക് പീസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഞാൻ ഇതേപോലെ ആ ഒരു ക്രോസ് പീസ് വെച്ച് ഇതിൻ്റെ അറ്റം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ പിന്ന് കുത്തി വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതാണെങ്കിൽ നല്ല നീറ്റിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ 2 ഫാബ്രിക്കിലും ഇതുപോലെ നെക്ക് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ഒരു ഭാഗത്ത് നമുക്ക് ആ ഡിസൈൻ കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ഡിസൈൻ ഭാഗം കൂടി ഇതുപോലെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെക്കുമ്പോൾ എന്താ പറയുക, നീറ്റായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് വെക്കണം കേട്ടോ. തെന്നിപ്പോകാനൊന്നും പാടില്ല. അത് പിന്നെ കുത്തി വെച്ചിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങും ഇങ്ങും സ്ലിപ്പായി പോകാതെ കറക്റ്റ് അളവിൽ തന്നെ സെയിം അളവിൽ തന്നെ നല്ല നീറ്റിലൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ സൈഡ് ഇങ്ങനെ പൊന്തി കിടക്കുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി കേട്ടോ. അതായത് ഞാൻ പറഞ്ഞത് ആ നെക്കിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ മിക്ക ആൾക്കാർക്ക് നെക്ക് അടിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നമായിരിക്കും ഓരോ ഭാഗം ഇതേപോലെ പൊന്തി നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റാൻ നമുക്ക് ആ ഭാഗം ഒന്ന് മുകളിലേക്ക് അയൺ ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ അത് നിങ്ങൾ സ്റ്റിക്കായിട്ട് റെഡിയായിട്ട് നിന്നോളൂ. അപ്പോൾ ഞാൻ ഇതേപോലെ പിന്നൊക്കെ കുത്തി വെച്ചിട്ട് അതും ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതോടെ കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈനിങ്ങിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആയി കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഞാൻ ഷോൾഡറൊക്കെ 2 പീസ് ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ല നീറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് 2 പീസ് കൂടി ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്കിതിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവ് നമ്മൾ പഫ് സ്ലീവ് ആണല്ലോ വെക്കണത്. അപ്പോൾ പഫ് സ്ലീവ് വെക്കുമ്പോൾ ഇതേപോലെ ആ ഒരു പൊന്തി നമ്മൾ എക്സ്ട്രാ അളവെടുത്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ ചെയ്യണ മെത്തേഡാണ് കാണിക്കണത്. ഞാൻ ഇതേപോലെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് 2 അറ്റത്തൊന്നും ഇതേപോലെ കൈ കൊണ്ട് തന്നെ ഫ്രില്ലിട്ട് എടുക്കുക കേട്ടോ ചെയ്യണത്. കൈ കൊണ്ട് തന്നെ ഇതേപോലെ ഒരേ അളവിൽ ഫ്രില്ലിട്ടിട്ട് ആ ഒരു സെൻറ്റർ പോർഷനിൽ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നല്ല നീറ്റിൽ ആ ഒരു ഭാഗം ഇങ്ങനെ പഫ് പോലെ പൊന്തി നിന്നോളൂ കേട്ടോ. നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇനി നമുക്ക് സ്കേർട്ട് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് താഴെ ഭാഗം ഫ്രില്ലിട്ട് കൊടുക്കുന്നതാണ്. ഞാനും ഇതേപോലെ കൈ കൊണ്ടാണ് ഫ്രില്ല് ഇട്ട് ചെയ്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് മൊത്തമായിട്ട് ഞാൻ താഴെ ഭാഗം മൊത്തമായിട്ട് ഇതേപോലെ ഒന്ന് ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി ആയാലും നമ്മൾ സ്റ്റിച്ചിങ് പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എനിക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ടിട്ട് എങ്ങനെ ഉണ്ട് എന്ന് കൂടിയുള്ള കാര്യം കൂടി ഒന്ന് നോക്കിയിട്ട് പറയണേ. അപ്പം ഞാനത് ഇട്ടുള്ള ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം. എന്താ പറയുക, ഞാൻ സ്റ്റിച്ച് ചെയ്ത സാരി കൊണ്ട് സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ടോപ്പ് എന്ന് പറയുന്നത് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ച് കളർ മങ്ങിയ പോലെ തോന്നുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.